ശ്രീമതഭാവം കൊണ്ട് സൗരഭ്രമം നിറവേദദ്വേഷമുക്തം പ്രഭാവം ഭൂമിൽ വന്ന കരുണാപ്രഭാതം ഭാവിക്കൂർജമാകുന്നതും ശിവഭാവം മന്ത്രമാകുന്നതും നീ എങ്ങും ദേവരൂപം തിരഞ്ഞും എല്ലാം ഒന്ന് കണ്ണെന്നറിഞ്ഞും ഹൃദയസ്പന്ദമാകുന്ന ദേവാ സത്യം ജ്ഞാനമാനന്ദമെല്ലാം ദൈവം തന്നെ എന്നുള്ള മന്ത്രം നമ്മിൽ ചേർത്തൊരാത്മസ്വരൂപ പൽപ്പു പറഞ്ഞതൊക്കെ നാം അറിഞ്ഞു. നാം ഭക്തരുടെ മനസ്സിൽ ഒരു കൈത്തിരി വെച്ചു, അത്രയേ ഉള്ളൂ. അതൊരു വലിയ കാര്യം. പക്ഷേ അത് 1000 ദീപമാക്കണം. ആ കൈത്തിരി ലക്ഷദീപമാക്കണം. പൽപ്പു പറഞ്ഞു വരുന്നത് ഗുരുവിന്റെ ലക്ഷ്യം ശരിയാണ്, പക്ഷെ മാർഗം ഇതുപോരാ. അത് നമുക്കറിയാം. പൽപ്പുവിന്റെ മനസ്സിന് കുതിരയുടെ ശക്തിയും വേഗവും ഉണ്ട്. അനുഭവങ്ങൾ അങ്ങനെ ആക്കിയതാണ്. ചിലതൊക്കെ മൈസൂർ വെച്ച് സൂചിപ്പിച്ചിരുന്നല്ലോ. 103 ഡിഗ്രി പനിയോടെയാണ് LMS പരീക്ഷ എഴുതി ജയിച്ചത്. മദ്രാസ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ ശേഷിയുണ്ടായിരുന്നില്ല. കടം വാങ്ങി. അമ്മയുടെ ആഭരണങ്ങൾ വിറ്റു. പിന്നെ രോഗങ്ങൾ, എത്രയെത്ര അഗ്നിപരീക്ഷകൾ. പൽപ്പുവിന്റെ വഴികൾ എന്നും കനൽ നിറഞ്ഞതായിരുന്നു. മരണപത്രം എഴുതി വെച്ച ശേഷമായിരുന്നു ബ്ലാക്ക് കമ്പനിയുടെ സൂപ്രണ്ട് സ്ഥാനം ഏറ്റെടുത്തത്. പൽപ്പു ബാംഗ്ലൂരിലായിരിക്കുമ്പോഴാണല്ലോ നാം കുമാരനെ ഏൽപ്പിച്ചത്. അതിനെന്താ സ്വാമി, കുമാരൻ ഇംഗ്ലീഷ് പഠിച്ച അക്ഷരങ്ങളുടെ ലോകം കണ്ടു. സ്വാമിയുടെ ആ ലക്ഷ്യം സഫലമായില്ലേ? കുമാരനെ ഏൽപ്പിച്ചിട്ട് സ്വാമി മടങ്ങാൻ നേരം കുമാരൻ വിങ്ങി വിങ്ങി കരഞ്ഞത്. അന്ന് കുമാരന് 22 വയസ്സ്. പക്ഷെ കൈക്കുഞ്ഞിനെ പോലെ കരഞ്ഞു. കുമാരന് സ്വാമിയോടുള്ള ബന്ധത്തിന്റെ ആഴം അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എന്നും സ്വാമിയുടെ കുഞ്ഞാണ്. അങ്ങനെ ആയിരിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഇരുന്നോളൂ. പക്ഷേ കവിതയിൽ ചക്രവർത്തിയാവണം. സ്വാമിയുടെ വാക്ക് ഫലിക്കും. സ്വാമിയുടെ അനുഗ്രഹം മാത്രം മതി എനിക്ക്. ഒരു ബ്രാഹ്മണനോട് ഒരിക്കലൊരു കാട്ടാളൻ ചോദിച്ചു, ദൈവം ആരാണെന്ന്, എങ്ങനെ ഇരിക്കുമെന്ന്. കാട്ടാളനെ കളിയാക്കാനായി ബ്രാഹ്മണൻ പറഞ്ഞു, ദൈവം നിനക്കറിയാവുന്ന മാടപ്പോത്തിനെ പോലെ ഇരിക്കുമെന്ന്. പാവം കാട്ടാളൻ അത് വിശ്വസിച്ചു. ആത്മാർത്ഥമായി മാടപ്പോത്തിനെ മനസ്സിൽ ധ്യാനിച്ചു. ധ്യാനത്തിന്റെ ഏതോരവസ്ഥയിൽ വലിയൊരു മാടപ്പോത്തായി കാട്ടാളന് മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. അതേ ദൈവം ആ ബ്രാഹ്മണനെയും അമ്പരപ്പിച്ചു. കാട്ടാളന് മുന്നിൽ ബ്രാഹ്മണൻ അടിയറവ് പറഞ്ഞു. ഭക്തൻ മനസ്സിൽ കാണുന്ന രൂപമാണ് ദൈവത്തിന്. അത് കല്ലാവാം, മരമാവാം, മാടപ്പോത്തുമാവാം. കല്ലിനെ ശിവനാക്കാൻ ഒരു മഹാഗുരു കൂടി വേണം. മനസ്സുകളുടെ ഇരുട്ടുമാറ്റുന്ന ഗുരുദേവൻ. ദിവ്യ എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് ദൈവം എന്ന പദം ഉണ്ടാവുന്നത്. അത് പ്രകാശമാണ്. സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി. ഈ ബ്രഹ്മത്തെ അറിഞ്ഞയാൾ ബ്രഹ്മമായി മാറും. പരബ്രഹ്മത്തെ വിലയം പ്രാപിച്ച ബ്രഹ്മനിഷ്ഠനെ ബ്രഹ്മമെന്ന് തന്നെ വിളിക്കാം. സ്വാമിയെയും അങ്ങനെ കാണാൻ കഴിയുന്നു. ദൈവം കണ്ണില്ലാതെ കാണുകയും ചെവിയില്ലാതെ കേൾക്കുകയും ത്വക്കില്ലാതെ സ്പർശിക്കുകയും മൂക്കില്ലാതെ മണക്കുകയും നാവില്ലാതെ രുചിക്കുകയും ചെയ്യുന്ന ഒരു ചിത്പുരുഷനാവുന്നു. നാമും ദൈവവും ഒന്നായിരിക്കും. ആ നാം ദൈവത്തോട് ഒന്നായി പോകുന്നു.
നമസ്കാരം സ്വാമി. അങ്ങിവിടെ ഉണ്ടെന്നറിഞ്ഞ് കാണാൻ വന്നതാ. കണ്ടോ? എങ്ങനെയുണ്ട്? അരുവിപ്പുറത്തെയും കോലത്തുകരയിലെയും പ്രതിഷ്ഠാവിശേഷങ്ങൾ അറിഞ്ഞു. സ്വാമി ഞങ്ങളുടെ ആത്മാഭിമാനം ഉയർത്തി. ആത്മാഭിമാനം ഉണ്ടെന്ന് തിരിച്ചറിവുണ്ടാവണം. അത് വേണമെന്ന് വാശി പിടിക്കണം. അതിന് അറിവുണ്ടാവണം. അത് കാത്തു സൂക്ഷിക്കുന്നുണ്ട് സ്വാമി. അത് മതി. ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമ്പോഴാ സഹജീവികളെക്കുറിച്ച് ചിന്ത വരുന്നത്. മുറിവേറ്റവരാ, വീണുപോയവരാ ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്, മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. തളർന്നു പോകരുത്. ഇല്ല സ്വാമി, ഇനിയും കാണാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ഉടനെ കാണും. സ്വാമി, വിശ്രമിക്കാൻ പലപ്പോഴും കൊതിക്കാറുണ്ട്, നടക്കാറില്ല. രോഗികൾക്ക് വിശ്രമിക്കാം, പക്ഷെ ഡോക്ടർക്ക് അതിന് പറ്റാറില്ലല്ലോ. സ്വാമിയുടെ കാര്യവും അങ്ങനെയാണല്ലോ. കഠിന ശ്രമങ്ങൾക്കിടയിൽ വീണ് കിട്ടുന്ന നിമിഷങ്ങളാ വിശ്രമം. അതിനൊരു സുഖമുണ്ട്. സ്വാമിക്ക് നിരന്തര യാത്രകൾ, പ്രശ്നങ്ങളും പ്രതീക്ഷകളുമായി സദാ ചുറ്റിനും ആൾക്കാർ. സകലർക്കും ആനന്ദം. അതാണ് ആത്മാനന്ദം. അത് തന്നെയാണ് പരമാനന്ദം. മഹായോഗികൾക്കുള്ള സൗഭാഗ്യം. രോഗികൾക്ക് മാത്രമല്ല, മൈസൂരിൽ മരണതാണ്ഡവമാടിയപ്പോൾ നൂറുകണക്കിന് ആൾക്കാരെ ഡോക്ടർ സംരക്ഷിച്ചില്ലേ? അതല്ലേ പരമാനന്ദം? ഒരു പൊള്ള കണ്ണടയ്ക്കാതെ എത്ര ദിനരാത്രങ്ങൾ. ക്ഷീണമേ അറിഞ്ഞില്ല. വല്ലാത്തൊരു ഉണർവായിരുന്നു. ആ ഉണർവ് കൂടെ ഉണ്ടാവട്ടെ. ഇനിയുമുണ്ട് ആയിരങ്ങളെ രക്ഷിക്കാൻ നരകയാതനകളിൽ നിന്ന്. ഇറങ്ങിയതൊരു വഴിക്ക്, എത്തിയത് ഈ വഴിക്ക്. ഓരോ ദിവസവും പോവേണ്ട വഴികൾ പാദങ്ങൾക്കറിയാം. ഉം. കാണേണ്ട കാഴ്ചകൾ കണ്ണുകൾക്കും അറിയാം. കരിങ്കുളത്തെ കെട്ടുകല്യാണം മുടക്കിയതിനു ശേഷം പല പ്രമാണിമാരും അത് വേണ്ടെന്ന് വച്ചിട്ടുണ്ട്. അക്കാര്യം ഞാനും അറിഞ്ഞു. നാടാകെ പരന്നിട്ടുണ്ട്, പക്ഷെ വാലറ്റം പോലും ആയിട്ടില്ല. പൽപ്പൂനൊട്ടും തൃപ്തി വന്നിട്ടില്ല അല്ലേ? സത്യമാണ് സ്വാമി. പാഴ്മരങ്ങളെ വീഴ്ത്താൻ കാറ്റ് പോരാ, കൊടുങ്കാറ്റ് തന്നെ വേണം. കീറാമുട്ടികളെ മുറിക്കാൻ സൂചി പോരാ, മഴു തന്നെ വേണം. വിപ്ലവകാരികളുടെ മനസ്സാണ് ഡോക്ടർക്ക്. സമൂഹത്തിന്റെ നാഡീസ്പന്ദനം അറിയാനാണ് കൂടുതൽ താല്പര്യം, അല്ലേ? ആ, പറയാൻ മറന്നു. ഈയിടെ വിവേകാനന്ദ സ്വാമികളുടെ കത്തുണ്ടായിരുന്നു. മലയാളക്കരയുടെ കാര്യം പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഭ്രാന്താലയത്തിലെ കാര്യങ്ങളെല്ലാം ധ്യാനത്തിൽ തെളിയുമല്ലോ. പോരെങ്കിൽ യഥാർത്ഥ ചിത്രം ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. അന്നദാനത്തെക്കാൾ വസ്ത്രദാനത്തെക്കാൾ ജ്ഞാനദാനം വിശിഷ്ടമെന്ന് സ്വാമി കത്തിൽ സൂചിപ്പിക്കുന്നു. സൂര്യൻ എത്ര അകലെയായാലും അതിന്റെ പ്രകാശം ഏത് കുണ്ടിലും കുഴിയിലും എത്തും. ഭ്രാന്താലയത്തിന് മുകളിൽ മധ്യാഹ്നമാകുമ്പോൾ നിഴലുകൾ പിൻവാങ്ങും, ജൽപ്പനങ്ങളെല്ലാം അടങ്ങുമെന്ന് മൈസൂരിൽ വെച്ച് അദ്ദേഹം അരുളിയിരുന്നു. പൽപ്പൂന്റെ നിരീക്ഷണത്തിൽ സൂര്യൻ എവിടെ എത്തി? ഉദയഗിരിക്ക് മുകളിൽ ഭൂരിപക്ഷവും ഉറക്കത്തിലാണ്. കുറെ പേർ ഉറക്കം നടിക്കുന്നു. ഉണർത്തണം, കണ്ണുള്ള എല്ലാവരെയും ഉണർത്തണം. പൽപ്പൂന്റെ നെഞ്ചിൽ തന്നെ പാഞ്ചജന്യം ഉണ്ടല്ലോ. ഉണർത്തിക്കോളൂ, അതിനുള്ള നേരമായി. ഡോക്ടർ ഭയപ്പെടണ്ട. എന്നേ ജ്ഞാനസൂര്യൻ ഉദിച്ചു കഴിഞ്ഞു. ഇപ്പോഴത് മധ്യാഹ്ന സൂര്യനായി. ഈ തീഷ്ണജാലയിൽ എല്ലാം കത്തിച്ചാമ്പലാവും. ഗുരുസ്വാമി എന്തിനാ അങ്ങനെ പറഞ്ഞത്? എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ആത്മാഭിമാനം ഉണ്ടെന്ന് തിരിച്ചറിവുണ്ടാവണം. അത് വേണമെന്ന് വാശി പിടിക്കണം. അതിന് അറിവുണ്ടാവണം. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഗുരുദേവനെ കാണാൻ തന്നെ കഴിഞ്ഞത്. വാസ്തവത്തിൽ ഒരു തപസ്സായിരുന്നു ആ കൂടിക്കാഴ്ച.
എന്തായിരിക്കും ആ വാക്കിന്റെ പൊരുൾ? ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമ്പോൾ സഹജീവികളെക്കുറിച്ച് ചിന്ത വരുന്നത്. മുറിവേറ്റവര്, വീണുപോയവര്, ഉയർത്തെഴുന്നേറ്റിട്ടുള്ളത്, മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അമ്മ എന്താ ദിവാസ്വപ്നം കാണുകയാണോ? നമുക്ക് പോണ്ടേ? ഇപ്പോഴേ യാത്ര തുടങ്ങിയാലേ രാത്രിയെങ്കിലും ക്ഷേത്രനടയിലെത്തൂ. ഉമാ നാടകമോ സുഭദ്രാഹരണമോ ഏതാണാവോ കഥ? നളചരിതമെന്നാ കേട്ടത്. ഒരുപാട് നേരം നിൽക്കാൻ പ്രയാസ. കുറച്ച് കണ്ടിട്ട് അപ്പം മടങ്ങണം. അങ്ങനെയാണെങ്കി പോണ്ട, മുഴുവൻ കാണണം. പോവാണെങ്കിൽ മുഴുവൻ കാണണം. രാത്രി നമുക്ക് ആഘോഷമാക്കണം. ചാന്തും വളയും വാങ്ങണം. നിന്ന് കാണാന്ന് വെച്ചാ പുറകിലിരിക്കണം, അങ്ങ് പുറകില്. അവിടെ കരപ്രമാണിമാർക്ക് പ്രത്യേക സ്ഥാനമാ. മുന്നിൽ അവരിയ്ക്കും, ബാക്കിയുള്ളവർക്ക് അങ്ങ് പുറകിലിരിക്കാം. പിറകിലിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആശാട്ടി ഒന്നിനും പിന്നിലല്ല, ഞാൻ മുന്നിലിരുന്നേ കാണൂ. വെറുതെ മഞ്ഞുകൊള്ളാൻ പോകുന്നു. നമുക്ക് പുറകിലിരുന്ന് കാണാമേ, അത് മതി. മഞ്ഞുകൊള്ളാനല്ല, കഥകളി കാണാനാ പോകുന്നത്. ആശാട്ടി വരുന്നു എന്നറിഞ്ഞാൽ ആരും ശബ്ദമുയർത്തില്ല. അങ്ങനെ ആരെങ്കിലും ശബ്ദം ഉയർത്തുമോ പണിക്കരെ? ഏയ് ഇല്ലേ ഇല്ല. വാ മക്കളെ. കഥകളി കാണൽ എന്താവോ എന്തോ. എനിക്ക് പണിയുണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. ഇനിയൊരടി നടന്നാൽ പിടിക്കാം ഗഹനചാരിയ. കുറേയായോ? ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ. താമസിച്ചു. നമ്മളല്പം വൈകിയോ? ചിലരൊക്കെ നേരത്തെ വന്ന് പായും വിരിച്ചിരിപ്പുണ്ട്. ആരൊക്കെ വന്നിട്ടും ഒരു കാര്യമില്ല. നമ്മൾ 4 പുരാതന കുടുംബങ്ങൾക്കല്ലേ ഇവിടെ പന്തലിൽ ഏറ്റവും മുന്നിലായി പായ വിരിച്ചിരിക്കാനുള്ള അവകാശമുള്ളൂ. അതെ, ഈ നാട്ടിലെ 4 കുടുംബങ്ങളിലെ ഗ്രഹനായികമാർ പായ വിരിച്ചിരുന്നതിന് ശേഷം ബാക്കിയുള്ളവർ ഇരുന്നോട്ടെ. കളി നളചരിതമല്ലേ, എന്തായാലും കേമാവും. കഥകളി ഏറ്റവും മുന്നിലിരുന്ന് കാണണം, എങ്കിലേ തൃപ്തിയാവുള്ളൂ. നമ്പൂതിരിമാരുടെ വിനോദമല്ലേ, ശൃംഗാരമല്ലേ അവർക്ക് പ്രിയങ്കരം. ശരിയാണ്. താമ്പൂലം, ശൃംഗാരം, മണിപ്രവാളം, അവരുടെ ഓരോ വിനോദങ്ങളെ. അവർക്ക് മുറുക്കാൻ ചവച്ച് തുപ്പുന്ന പോലുള്ള വിനോദാണല്ലോ സംബന്ധം കൂടലും. തുടങ്ങി.
വലിയമ്മ പായം ചുരുട്ടി എണീക്കണം. കഥകളി മുന്നിൽ നിന്ന് കാണാൻ 4 കുടുംബങ്ങളിലെ സ്ത്രീകൾക്കേ അവകാശമുള്ളൂ. അതറിയില്ലേ നിങ്ങൾക്ക്? എന്നാ എന്നെയും കൂടെ കൂട്ടിക്കോ. 5 സ്ത്രീകൾക്ക് അവകാശം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. അതെങ്ങനെ കൂട്ടും? ഇതെന്താ ചന്തപ്പറമ്പാണോ? എന്താ കള്ളു മോന്തിയിട്ടാണോ ഉത്സവപ്പറമ്പില് കഥകളി കാണാൻ വന്നിരിക്കുന്നത്? വലിഞ്ഞേറി വന്നോളും, ആചാരങ്ങളും വ്യവസ്ഥകളും ഒന്നും അറിയാതെ. വലിഞ്ഞു കയറി വന്നതൊന്നുമല്ല, ഞാനും ഈ നാട്ടുകാരിയാ. എനിക്ക് എന്താ കുറവ്? ആഢ്യത്വവും കുലമഹിമയൊന്നും വില കൊടുത്ത് വാങ്ങാൻ പറ്റണതല്ല. ആഢ്യത്വവും കുലമഹിമയും ഒക്കെ ആരാ നിശ്ചയിക്കുന്നത്? അതിന്റെ അളവുകോലെന്താ? എത്രയോ കാലമായി നടക്കുന്ന കാര്യമാ, നിങ്ങൾക്ക് മാത്രം എന്താ തടസ്സം? ഞാൻ കൂടി ഇവിടെ മുന്നിലിരുന്ന് കഥകളി കണ്ട എന്താ സംഭവിക്കാ? ആ പൂതി ആശാട്ടിയുടെ മനസ്സിൽ വെച്ചിരുന്നാ മതി. എന്നെ വിരട്ടി പുറത്താക്കാന്നുള്ള നിങ്ങളുടെ പൂതിയും നടക്കില്ല. നിങ്ങൾ കഥകളി മുടക്കരുത്. എല്ലാവരും രസിച്ച് കാണാൻ വന്നതാ. ഞാനും രസിച്ച് കഥകളി കാണാൻ തന്നെ വന്നത്. കഥകളി മുടക്കാതെ വേഗം സ്ഥലം വിടുന്നതാ നല്ലത്. ഇവരോട് സാത്വിക ഭാവമൊന്നും പോരാ, താമസഭാവം തന്നെ വേണം. തല്ലും കൊണ്ട് നാണം കെട്ടു പോകുന്നതിനേക്കാളും ഈ വേഷത്തിൽ തന്നെ സ്ഥലം വിടാൻ നോക്ക്. ഈ പായം കൊണ്ടേ വീട്ടിൽ ചെന്ന് കിടക്ക്. ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കണ്ട. ഇപ്പൊ ഈ പാ മാത്രമേ ചുരുട്ടിയോളൂ. കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നിയന്ത്രണം വിടും. തല്ലുകൊള്ളാതെ സ്ഥലം വിട്ടോളൂ. ആചാരങ്ങളെ ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു ഒരു തമ്പുരാട്ടി. ദേ, ആശാട്ടി മൂത്താലും തമ്പുരാട്ടി ആവില്ല കേട്ടോ.